ഇത് വന്ദേ ഭാരത് ട്രെയിൻ മിസ്സായി. അത് പോട്ടെ, അത് പിന്നെ പറയാം എന്തായാലും. പക്ഷെ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായേട്ടാ. വന്ദേ ഭാരത് ട്രെയിൻ മിസ്സായിട്ട് തിരക്കി നമ്മൾ സാറിനെ കാണുന്നത്. പിന്നെ സാറിനെ കൂടെ പോയി. സാർ ഒരുപാട് സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും മീറ്റിങ്ങിന് പോവുമായിരുന്നു. അങ്ങനെ സാറിനെ കൂടെ പോയി മീറ്റിംഗ് പങ്കെടുത്ത് അത് വേറെ കാര്യം. പഴയ കാമുകിനെ കണ്ടു. ഏറ്റവും വലിയ തമാശ, പഴയ കാമുകിനെ കണ്ടു. അത് പിന്നെ പറയാട്ടാ കാര്യം. പക്ഷെ അത് കഴിഞ്ഞ് 4 മണിക്കുള്ള ലോ ഫ്ലോർ ബുക്ക് ചെയ്ത് ആ ലോ ഫ്ലോറിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കളെ. ആ സുഹൃത്തുക്കൾ പിന്നീട് ബസ്സിൽ വർത്താനായി, കളിയായി, ചിരിയായി, സുഹൃത്തുക്കളായി. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ തന്നിട്ട് അവർ പോണ്. ഓക്കെ, ഒരിക്കലും അവരെ മറക്കത്തുമില്ല. നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ജോളിയായി പോണ കുറച്ച് പിള്ളേർ. ഓക്കെ, എൻ്റെ ഒരു 10-15 വർഷം മുമ്പ് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കോട്ട് ഓർമ്മ വന്നു. എന്നാലും ലൈഫിൽ ഇതുപോലെ സന്തോഷത്തോടെ പോണ കുറച്ച് ആൾക്കാരെ ഇന്നേവരെ കണ്ടിട്ടില്ല. വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവരോടൊന്ന് പോവുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഇടയിലുണ്ടായ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങളടുത്തുണ്ടായിരുന്ന അത് നിങ്ങളോട് കൂടിയാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിലുണ്ടായ പെൺകുട്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഷുഹൈബ് എന്ന് പറഞ്ഞിട്ട്, പോയൊരു പോട്ടെ എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് പിന്നെ പറയാം ഏട്ടാ. എന്തായാലും അവർ പോകുമ്പോൾ ഇച്ചിരി വിഷമമാണ്. നിൽക്കുന്നത് ഒരു ടാറ്റ പറഞ്ഞ് അവരങ്ങോട്ട് പോയി. സത്യം പറയാലോ, ഇതുപോലത്തെ സുഹൃത്തുക്കളൊക്കെ ലൈഫിലുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ഓക്കെ, പിന്നെയും കാണാം.